ഹായ് ഫ്രണ്ട്സ്, കുംബട്രോണിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു നോൺ കോൺടാക്ട് വോൾട്ടേജ് ടെസ്റ്ററാണ്. അതായത് നമ്മുടെ സാധാരണ ടെസ്റ്ററിനേക്കാൾ ഇച്ചിരി വ്യത്യാസമുള്ള ടെസ്റ്ററാണത്. നമ്മുടെ സാധാരണ ടെസ്റ്റർ നമ്മൾ പ്ലഗിൻ്റെ ഉള്ളിലൊക്കെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുന്നതാണ് നമ്മുടെ സാധാരണ ടെസ്റ്റർ. പക്ഷേ നോൺ കോൺടാക്ട് വോൾട്ടേജ് ടെസ്റ്ററിൽ അങ്ങനെയല്ല. നമ്മൾ AC കറണ്ടിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ മതി, നമ്മുടെ ലൈറ്റ് അവിടെ കത്തുമെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു വരിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോ കാണാമല്ലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഒരു ബാറ്ററി കേസാണ് വേണ്ടത്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും നമ്മുടെ ക്ലോക്ക് ബാറ്ററി, AA ബാറ്ററിയാണ് വേണ്ടത്. പിന്നെ ഇത് BC 547ൻ്റെ 3 ട്രാൻസിസ്റ്റർ നമുക്ക് ആവശ്യമുണ്ട് കമ്പോണൻസ് ആയിട്ട്. പിന്നെ 100K റെസിസ്റ്റർ, പിന്നെ 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റർ, പിന്നെ നമുക്ക് ഒരു റെഡ് LED ആണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ ടെസ്റ്ററിൻ്റെ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ ലെഗുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പിന്നാണ് കളക്ടർ, നടുക്കത്തെ പിന്നെ ബേസ്, പിന്നെ അവസാനത്തെ പിന്നെ എമിറ്ററാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ പിന്നെ ഒന്ന് മുകളിലേക്ക് വളച്ചു വെച്ച് നമ്മുടെ ബാറ്ററി കേസിൻ്റെ മൈനസ് ഭാഗത്ത് നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സ്പ്രിംഗ് ഉള്ള വശമാണ് ബാറ്ററി കേസിൻ്റെ മൈനസ്. അപ്പോൾ നമ്മൾ എമിറ്റർ പിന്നെ നമ്മളൊന്ന് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് മൈനസ് ഭാഗത്തായിട്ട്. അടുത്തത് നമ്മുടെ റെഡ് LED എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പോസിറ്റീവ് സൈഡ് ഒന്ന് വളച്ചു വെച്ച് നമ്മൾ ബാറ്ററി കേസിൻ്റെ പോസിറ്റീവ് സൈഡിൽ നമ്മുടെ LEDയുടെ പോസിറ്റീവ് സൈഡ് ഒന്ന് സോൾഡർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എക്സസ് വന്ന പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ LEDയുടെ പോസിറ്റീവ് സൈഡ് നമ്മുടെ ബാറ്ററി കേസിൻ്റെ പോസിറ്റീവ് സൈഡായിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ LEDയുടെ നെഗറ്റീവ് സൈഡ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പിന്നിലാണ് നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കുന്നത്. സോൾഡർ ചെയ്യുമ്പോൾ അത് വിട്ടു പോരാതെ രീതിയിൽ നമ്മൾ വേണം സോൾഡർ ചെയ്ത് വയ്ക്കാൻ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ഇതുപോലെ തന്നെ നമ്മുടെ എമിറ്റർ മുകളിലേക്ക് വളച്ചു വെച്ച് നമ്മുടെ ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലാണ് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഇത് നമ്മുടെ 100K റെസിസ്റ്ററാണ്. അത് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ സൈഡിലായിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്യണേ. അപ്പോൾ റെസിസ്റ്ററിൻ്റെ എക്സസ് വന്ന പീസ് നമ്മളൊന്ന് വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പിന്നിലാണ് നമ്മുടെ 100K റെസിസ്റ്റർ സോൾഡർ ചെയ്ത് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെസിസ്റ്ററിൻ്റെ അപ്പർ സൈഡ് ഒന്ന് നമുക്കൊന്ന് എക്സസ് വന്ന പീസ് വെട്ടിക്കളയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു വയറാണ്. ഒരു കമ്പി കഷ്ണം വെച്ചാൽ LED നിന്ന് മുറിച്ചെടുത്ത ഒരു കമ്പി കഷ്ണമാണ്. അത് നമുക്കൊന്ന് നമ്മുടെ റെസിസ്റ്ററിൻ്റെയും LEDയുടെയും സൈഡിലായിട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് വെക്കാം. ഷോർട്ടാവുന്ന രീതിയിൽ സോൾഡർ ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ LED ലെഗിൽ നിന്ന് മുറിച്ചെടുത്തൊരു പീസാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ സോൾഡർ ചെയ്യുമ്പോൾ നല്ല കെയർഫുൾ ആയിട്ട് വേണം സോൾഡർ ചെയ്ത് വയ്ക്കാൻ. ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിപ്പ് വെച്ചൊക്കെ വേണമെങ്കിൽ സോൾഡർ ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്ലിപ്പൊന്നുമില്ല. അങ്ങനെ ക്ലിപ്പില്ലാത്തവർ സൂക്ഷിച്ച് വേണം സോൾഡർ ചെയ്യാൻ. കയ്യിലൊന്നും പൊള്ളിക്കാതെ വേണം നമ്മൾ സോൾഡർ ചെയ്ത് വെക്കാൻ. ഫ്രണ്ട്സ്, അപ്പോൾ അതും നമ്മുടെ കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ട്രാൻസിസ്റ്റർ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മുടെ എമിറ്റർ പിന്നെ അതേപടി മുകളിലേക്ക് വളച്ചു വെച്ച് നമ്മുടെ ബേസിനകത്താണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. നമ്മുടെ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലാണ് നമ്മുടെ മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഒരു 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്ററാണ്. അത് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിനകത്താണ് നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ എക്സസ് വന്ന പീസ് നമ്മളൊന്ന് മുറിച്ച് കളഞ്ഞാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ റെസിസ്റ്റർ ഒന്ന് താഴത്തേക്കൊന്ന് വളച്ചു വെച്ച് നമുക്കൊന്ന് സോൾഡർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ താഴത്തേക്ക് വളച്ചു വെച്ചത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ഭാഗത്ത് നമ്മൾ നമ്മുടെ 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റർ നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ റെസിസ്റ്ററിൻ്റെ കമ്പി നമ്മൾ താഴത്തേക്കൊന്ന് നമ്മൾ വളച്ചു വെച്ച് നമ്മൾ അടിയത്തെ നമ്മൾ ഷോർട്ട് ചെയ്ത വയറിലാണ് നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കുന്നത്. ഇത് നമ്മുടെ ഒരു കോപ്പർ കമ്പിയാണ്. കോപ്പറിൻ്റെ കമ്പി കിട്ടിയെങ്കിലും നമ്മുടെ വയറിൻ്റെ ഒക്കെ ഉള്ളിലുള്ള ഒക്കെ കോപ്പർ കമ്പിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സ്ട്രിപ്പ് ചെയ്തെടുത്ത് ഒരു ആൻറ്റീന പോലെ ഉണ്ടാക്കുവാണ്.
അപ്പോൾ നിങ്ങൾ കൂടുതൽ ചുരുളുകൾ ഉണ്ടാക്കുമെങ്കിൽ ഹൈ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിനകത്ത് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചാക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ക്ലോക്ക് ബാറ്ററി എടുത്ത് നമ്മുടെ ബാറ്ററി കേസിനകത്ത് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടെസ്റ്റർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നോൺ കോൺടാക്ട് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ AC കറണ്ട് ഒക്കെ ഉള്ള ഭാഗമാണ്. അപ്പോൾ നമ്മളിത് AC കറണ്ട് അടുത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നതും കത്തുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നമ്മുടെ ലൈറ്റ് കത്തുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വയറിൻ്റെ ഇവിടെ എന്തെങ്കിലും കട്ട് വരായിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതുണ്ടോ? ഇപ്പൊ നമ്മുടെ ഇവിടെ വയറിന്റെ ഇവിടെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മുടെ AC കറണ്ട് പാസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോൺ കോൺടാക്ട് വോൾട്ടേജ് ടെസ്റ്റർ നമ്മുടെ AC കറണ്ടിൻ്റെ അതിൻ്റെ ഭാഗത്ത് കൊണ്ട് വെച്ചാൽ മതി. നമ്മുടെ ലൈറ്റ് കത്തുന്നത് നമുക്ക് കാണാം. ഇത് നമ്മുടെ സാധാരണ ടെസ്റ്ററിനേക്കാളും കുറേ വ്യത്യസ്തമുള്ള ഒരു ടെസ്റ്ററാണിത്. പക്ഷേ നമ്മുടെ ചുമരമയൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ ലൈറ്റ് കത്തില്ല. പക്ഷെ എവിടെ AC കറണ്ട് ഉണ്ടോ അവിടെയാണ് നമ്മുടെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് പിന്നെ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുഞ്ഞു വയർ കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ നോൺ കോൺടാക്ട് വോൾട്ടേജ് ടെസ്റ്റർ നമ്മുടെ അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റർ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടെസ്റ്ററാണ്, നല്ല ഉപയോഗമുള്ളൊരു ടെസ്റ്ററാണ്. ഇതിന് ഏകദേശം ഒരു 30-35 രൂപയൊക്കെ ഒരു ചിലവാണ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ കൂടുതൽ ടെക് വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം.